വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ കേസിൽ പ്രതിചേർക്കപ്പെട്ട സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യൽ ഇന്ന് പൂർത്തിയാകും. ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ ഉടൻ തന്നെ MLAയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടും. ഇന്നലെ IC ബാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് പരിശോധനയുമൊക്കെ നടത്തിയിരുന്നു. രതീഷ് വാസുദേവനുണ്ട് വിവരങ്ങളുമായിട്ട്. രതീഷ്, ഇന്നലെ 3/4 മണിക്കൂറോളം IC ബാലകൃഷ്ണന്റെ വീട്ടിൽ അന്വേഷണ സംഘം തിരച്ചിലൊക്കെ നടത്തിയിരുന്നു. പക്ഷേ രേഖകളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഈ ജാമ്യമുള്ളത് കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയക്കുമായിരിക്കും അല്ലേ? തീർച്ചയായും IC ബാലകൃഷ്ണന്റെ 3 ദിവസത്തെ ചോദ്യം ചെയ്യൽ ഇന്ന് അവസാനിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മുൻകൂർ ജാമ്യമുള്ള സ്ഥിതിക്ക് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും കൂടുതൽ വിവാദങ്ങളിലേക്ക് പോവുകയാണ് കോൺഗ്രസ് നേതൃത്വം. വീണ്ടും ഈ ചോദ്യം ചെയ്യലിനിടയിൽ തന്നെ മറ്റൊരു പരാതി കൂടി IC ബാലകൃഷ്ണൻ MLAക്ക് പണം NM വിജയൻ മുഖേന വാങ്ങി നൽകിയെന്ന ആരോപണമായി ഒരു ഐസക് എന്ന ഒരു ആളുടെ പരാതി പുതിയതായിട്ട് ഇതിലേക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്നിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് IC ബാലകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. 3 ദിവസമായി AR ക്യാമ്പിലാണ് പ്രത്യേക അന്വേഷണ സംഘം, ബത്തേരി DYSP മുഹമ്മദ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യൽ അവസാനിച്ചാൽ കസ്റ്റഡി ആണ്, അത് കസ്റ്റഡി ജാമ്യമായതുകൊണ്ട് തന്നെ ഇത് തീരുന്ന മുറയ്ക്ക് പോലീസിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. സ്വാഭാവിക നടപടിയാണ്. അതിനുശേഷം അദ്ദേഹത്തെ വിട്ടയക്കാം. കാരണം മറ്റ് 2 കോൺഗ്രസ് നേതാക്കളെയും ND അപ്പച്ചനെയും KK ഗോവിന്ദനാഥനെയും ഇത്തരത്തിലാണ് വിട്ടയച്ചത്. MLA ഒരുപക്ഷെ ഈ ജാമ്യത്തിന് മുൻപിൽ അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ആയിരിക്കുകയാണ്. വയനാട് ജില്ലയിൽ MLAയും DCC പ്രസിഡന്റും ഉൾപ്പെടെ ഈ പ്രതിപട്ടികയിൽ വരുന്നതോടെ വലിയ പ്രതിസന്ധിയിലായി. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് K സുധാകരൻ തന്നെ ഇത് സംബന്ധിച്ചു. വയനാട്ടിൽ പാർട്ടിക്ക് പിശക് പറ്റി, വീഴ്ചയുണ്ടായി, അത് പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം NM വിജയനെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു. പ്രശ്നം പരിഹരിക്കുന്നു പറഞ്ഞിരുന്നു. അത്തരത്തിൽ സംസ്ഥാന നേതൃത്വം അടക്കം വലിയ പ്രതിസന്ധിയിലായ ഒരു വിഷയമായി മാറിക്കഴിഞ്ഞിരുന്നു ബത്തേരിയിലെ NM വിജയന്റെ ആത്മഹത്യ. തുടർന്നുണ്ടായ ഈ പ്രതിപട്ടികയിൽ MLA ഉൾപ്പെടെയുള്ളവരുടെ പേരുവരൽ, അതൊക്കെ കോൺഗ്രസിന് ജില്ലയിൽ സംസ്ഥാനത്തൊക്കെ തന്നെ വലിയ പ്രതിസന്ധി വരും ദിവസങ്ങളിലും ഭാവിയിലും ഒക്കെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ചെയ്യപ്പെടുത്താൻ തന്നെ സാധ്യത. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയെങ്കിലും കാര്യമായ രേഖകളൊന്നും ലഭിച്ചില്ല എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിശോധിക്കാൻ തന്നെയാണ് MLAയോടൊത്ത് തന്നെ കേണിച്ചിറയിലെ വീട്ടിലേക്ക് പോയി പരിശോധന നടത്തിയത്. എന്തായാലും ഇന്ന് ചോദ്യം ചെയ്യൽ AR ക്യാമ്പിൽ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യൽ അവസാനിക്കും. അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാൻ തന്നെയാണ് സാധ്യത. സേതുലക്ഷ്മി. ശരി രതീഷ്.